മനസ്സിലായോ? എന്നിട്ട് ആ PC ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത്, എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്. ചിപ്പ് മാറ്റാൻ പറ്റും. എനിക്ക് ഓൾറെഡി ഒരു PC ഉണ്ട്. ഈ 2 PC വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 2 PC വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ലെങ്ത്ത് നോ പ്രോബ്ലം, ലെങ്ത്ത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു 4-5 മണിക്കൂറിൻ്റെ ലൈവ് ആകും മോനെ. ഇരുന്നിട്ടേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ മുത്തേ, സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്താ ഡ്രഗ് പ്രൂഫ് ആണ് ഇപ്പം കാണിച്ചത്. ഇനിയും ഇങ്ങനെ ചകഞ്ഞോണ്ടെന്നാൽ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഇനോഗ്രേഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇനോഗ്രേഷനും ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർക്ക് അറിയില്ല. ജാസി ആരാ, ഏത് ജാസി? മമ്മൂനറിയാം. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ മമ്മൂനറിയാം. മമ്മൂനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് എന്നോട് പറയല്. മനസ്സിലായി? ഇനോഗ്രേഷൻ എന്നെയാണ് വിളിക്കുന്നത്. മനസ്സിലാ? ഇവരുടെ മോശം ഇമേജ് മാറ്റാൻ വേണ്ടി ഇവരെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും, സ്റ്റേജിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവർക്കും എക്സ്പോഷർ കൊടുത്ത് അത്രയും റീച്ച് കയറ്റി എന്നിട്ട് ഇവർ പറയാ ഇനോഗ്രേഷൻ മണി ഇവർക്ക് ആ സമയം. അങ്ങനെയാണെങ്കിൽ അന്നേ ഇനോഗ്രേഷൻ വരുന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയാലോ അല്ലേ? ഈ മമ്മൂനെല്ലാം അത്രയും ഹെയ്റ്റും ഇതും ആ കുളിസീൻ്റെ എല്ലാം കയറ്റത്തില്ല, ആ ഹെയ്റ്റെല്ലാം എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ക്യാമറ ഫേസ് കടലും വരും, അടലെല്ലാം ഇവനെ ഞാൻ മുന്നിൽ കാണിക്കും. എല്ലാ സ്റ്റേജിലും കയറ്റി. എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത്, എന്നെയാണ് പ്രൊമോഷനെ വിളിക്കുന്നത്, ഇവന്മാരെ അല്ല. മനസ്സിലായോ? ടി വി സ്ക്രിപ്റ്റാണ്. അതായത് എന്തായിരുന്നു ടി വിൻ്റെ കറക്റ്റ് എന്തായിരുന്നു? ഇത് എത്ര കാലം മുന്നേ നടന്ന ടി വിൻ്റെ എന്തായിരുന്നു റാമുനു? ടി വിന് എന്താന്ന് സംഭവിച്ചത്? ജാസി തൂങ്ങിപ്പോയി TV അടിച്ചു പൊട്ടിച്ചു അല്ലേ? ആ സ്ക്രിപ്റ്റാണ്. അതായത് അതിന് മുന്നേ കറക്റ്റ് എന്താ പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അതെ, ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യും. അങ്ങനെ ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യുന്നു, ക്രേസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. ജാസി നേരെ തൂങ്ങിപ്പിടിച്ച് TVക്ക് പോയി ചവിട്ടി TV പൊട്ടിക്കുമെന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതായത് ഇങ്ങനെ തൂങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് ഓൾറെഡി ഇതായ TV ആയിരുന്നു. ഓക്കെ, ഓൾറെഡി ഡിസ്പ്ലേയിൽ വരയോ എന്തോ വീണ TV ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറ്റേ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അത് കണ്ടിട്ട് എത്ര ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് എന്തെല്ലാം കേസ്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ സ്ക്രിപ്റ്റിന് നിൽക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഷമീറാണ്. ഷമീർ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്താലും ഷമീറിൻ്റെതായ ഒരു ഇതാക്കണം. മനസ്സിലാ? ഷമീറിന് ഓൻ്റെ ഒരു, അതായത് ഓനക്ക് എപ്പോഴും ഓനൊന്നും പുറത്ത് അറിയില്ല, പക്ഷെ ഓനക്ക് എപ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓനക്ക് എന്നെക്കാളും വളരണം എന്നുള്ള സാധനം. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ കാര്യം പറയില്ല. ഷഡ്ഡി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് നമ്മളെ സ്പിൻ വീല് അല്ലേ? അത് സ്പീഡിൽ നടക്കുമ്പോൾ വേന എടുക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞപാട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്പിൻ വീല്. ഇത് എവിടെ നിൽക്കും എന്നുള്ളത് ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഇതിലെപ്പം ഷഡ്ഡി വരുമെന്നോ ആർക്ക് ഷഡ്ഡി വരുമെന്നോ ആർക്ക് പറയാൻ പറ്റും? അതെങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും? ഷമീർ പറഞ്ഞാൽ ഷമീറിനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ഷഡ്ഡി ഇട്ട് തുള്ളിപ്പിച്ചെന്ന്. ഇതിലാർക്കും ആണെങ്കിലും ഷഡ്ഡി ഡാൻസ് എന്ന് പറഞ്ഞ സാധനം വരാം. അത് വരുന്ന ആൾ ചെയ്യണം. മനസ്സിലാവും? അതാണ് റൂള് അല്ലേ? ആണോ? നിങ്ങൾ ലൈവ് കണ്ട ആൾക്കാരുണ്ടല്ലോ, ആണോ? എന്നിട്ട് അവൻ പറയാം ഞാൻ ഇത് ഷഡ്ഡിട്ട് അവനെ നിർബന്ധിച്ച് തുള്ളിപ്പിച്ച. മറക്കാൻ വേണ്ടി ഇവൻ എൻ്റെ പേരിൽ എല്ലാ തെറ്റുകളും ഇട്ടിട്ട് ഇവന് നല്ലവനാകാൻ വേണ്ടിയിട്ട് നല്ലവനാവുക. ഞാൻ ഒരു കാര്യം പറ്റേ, ബാക്കി മൊത്തം